Hello dear students. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, കുറച്ച് ഇമാജിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സിനകത്ത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് ഒന്ന് സിമ്പിൾ ക്യൂബിക് എന്ന് നമ്മൾ മനസ്സിലാക്കി, ദെൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, എ ബി എക്സെട്ര പാറ്റേൺ പറഞ്ഞത്, ദെൻ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക്, എ ബി സി എക്സെട്ര പാറ്റേൺ എന്നൊക്കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക് വരുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്നതാണ് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ്സ്. ഇന്ന് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയും അതുപോലെ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പാക്കിംഗ് എഫിഷ്യൻസി. നമ്മൾ കഴിഞ്ഞ് നിർത്തിയ ടോപ്പിക് നിങ്ങൾ നോക്കുക, സ്റ്റോപ്പ് ചെയ്ത ടോപ്പിക് നോക്കുക. ക്ലോസ് പാക്കിംഗ്, അതിൽ തന്നെ വന്നിട്ടുള്ള പാക്കിംഗ് എഫിഷ്യൻസി. അപ്പൊ എന്തിന്റെ എഫിഷ്യൻസിയാണ് നമ്മൾ കാണാണ്ടി പോകുന്നത്? ക്ലോസ് പാക്കിംഗ് എത്രമാത്രം എഫിഷ്യന്റ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് സോളിഡ്സില് പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്ത് ഉണ്ടാവുക, വോയിഡ് അല്ലെങ്കിൽ വേക്കന്റ് സ്പേസിന്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എടുത്താല് അതിനകത്ത് എത്ര പെർസെന്റേജ് പാർട്ടിക്കിൾ ഉണ്ട് എന്നാണ് നോക്കുന്നത്. അതിനാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ പാക്കിംഗ് എഫിഷ്യൻസി 75% എന്ന് വിചാരിച്ചു. എത്ര പെർസെന്റേജ്? 75%. ഓക്കെ, 75% എന്ന് വെച്ചാൽ 75% പോർഷനും ആരായിരിക്കും? പാർട്ടിക്കിൾ ആയിരിക്കും. ബാക്കിയുള്ള 25% ആരായിരിക്കും? നമ്മുടെ വേക്കന്റ് സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ് ആയിരിക്കും. അതാണ് പാക്കിംഗ് എഫിഷ്യൻസിയുടെ മീനിങ്. ഓക്കെ, യെസ്. നോക്കുക, വാട്ട് ഈസ് മീൻ ബൈ പാക്കിംഗ് എഫിഷ്യൻസി? ഡെഫിനിഷൻ പറഞ്ഞു. പാക്കിംഗ് എഫിഷ്യൻസി മീൻസ് ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ആണ്. ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് occupied by പാർട്ടിക്കിൾസ്. ശ്രദ്ധിക്കണം, നമ്മളിവിടെ പാർട്ടിക്കിൾസിനൊക്കെ സ്ഫെറിക്കൽ ഷേപ്പിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. occupied by particles in a close packed structure. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ പെർസെന്റേജ്, ഇപ്പൊ നിങ്ങളുടെ എക്സാം അല്ലെ, പരീക്ഷയ്ക്ക് ഇപ്പൊ കെമിസ്ട്രിയില് 60 മാർക്ക്, അപ്പൊ നിങ്ങളുടെ പെർസെന്റേജ് എങ്ങനെ കാണോ? കിട്ടിയ സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക്. ഇവിടെ നമ്മൾ കാണാണ്ടി പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ടോട്ടൽ വോളിയം. ഒരു ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എടുക്കുക, അവിടെ നമ്മളൊരു പർട്ടിക്കുലർ യൂണിറ്റ് സെല്ല് മാത്രം കൺസിഡർ ചെയ്യാം. അതിനകത്ത് ടോട്ടൽ വോളിയത്തിൽ എത്ര വോളിയം ആരുണ്ട് നോക്കണം? പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു volume of spheres in a unit cell. Okay, volume of spheres in a unit cell divided by total volume of cubic unit cell multiplied by 100. ഓക്കെ, നമ്മൾ എടുക്കുന്ന കേസിൽ എന്താണ്? ക്യൂബിക് കേസാണ്. നമ്മൾ 3 കേസുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. 3 ക്യൂബിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഈ ഫോർമുല ഓർത്ത് നോക്കുക. വോളിയം ഓഫ് സ്ഫിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ മൾട്ടിപ്ലൈഡ് ബൈ 100. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് സ്ഫിയർ? ഓക്കെ, സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? വോളിയം ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ അവിടെ പാർട്ടിക്കിളിന്റെ എണ്ണം 1 ആയിരിക്കും. മീൻസ് ടോട്ടലി എത്ര പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവൂ? നമ്മൾ 8 × 1/8 എന്ന് പറയുമ്പോൾ ഓവറോൾ ഒരു പാർട്ടിക്കിളിന്റെ ഇത് മാത്രമേ ഉണ്ടാവൂ അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ 1 × 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും അവിടെയുള്ള സ്ഫിയറിന്റെ ടോട്ടൽ വോളിയം. ഓക്കെ, ഇനി ബോഡീസിന്റെ എണ്ണകത്താണെങ്കിൽ സെഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് വരുന്നത്? 2 അല്ലേ വരിക. അപ്പൊ അവിടെയുള്ള വോളിയം, സ്ഫിയറിന്റെ ടോട്ടൽ വോളിയം 2 × 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. ഇനി ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 ആണ്. അപ്പൊ 4 സ്ഫിയറുകളുടെ വോളിയം 4 × 4/3 പൈ ആർ ക്യൂബ് എന്ന് വരും. നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം, അതായത് Z means number of particles per unit cell into volume of sphere
divided by total volume of cubic unit cell. Unit cellന്റെ വോളിയം എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡ്ജ് ലെങ്ത് നമ്മൾ എ ആയിട്ട് ആണ് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്യൂബിന്റെ വോളിയം എന്തായിരിക്കും? എ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 100 എന്ന് വരും. ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി. What is meant by packing efficiency? It is the percentage of total space occupied by particles in a close packed structure. Packing efficiency is equal to volume of particles ആണ് നമ്മൾ spherical shape കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് volume of spheres in a unit cell divided by total volume of cubic unit cell multiplied by 100, or you can write set into volume of sphere is 4/3 pi r cube divided by a cube into 100 എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോ സിമ്പിൾ ക്യൂബിക്കിൽ പാക്കിംഗ് എഫിഷ്യൻസി കാണും, ദെൻ ബോഡി സെന്റേർഡ് ക്യൂബിക്കിൽ, അതേപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ഫേസ് സെന്റേർഡ് ക്യൂബിക്, ഈ 3 കേസുകളാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂമറേറ്ററിൽ ലെങ്ത് 6 എന്ന ടേം ഉണ്ട്, താഴെ എഡ്ജ് ലെങ്ത് എ എന്ന ടേം ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, മുകളിൽ റേഡിയസ് ആണുള്ളത്, ഇവിടെ എ ആണ്, എഡ്ജ് ലെങ്ത് ആണുള്ളത്. നമ്മൾ ചെയ്യാം, ഈ എഡ്ജ് ലെങ്തിന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യും. എഡ്ജ് ലെങ്തിന് റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്താൽ റേഡിയസും 6 മുകളിലും താഴെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, പാക്കിംഗ് എഫിഷ്യൻസി കാണാൻ പോകും. ഓക്കെ, അപ്പോ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് occupied by particles in a close packed structure. Packing efficiency is equal to volume of spheres in a cubic unit cell divided by volume of total volume of unit cell multiplied by 100. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. എത്ര പെർസെന്റേജ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് കാണാൻ പോവുക. ഞാൻ പറഞ്ഞു 75% ആണ് പാക്കിംഗ് എഫിഷ്യൻസി എങ്കിൽ 75% ആരുണ്ടാവും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. റിമൈനിങ് 25% ആരുണ്ടാവുക, മീൻസ് ആരുണ്ടാവില്ല, വേക്കന്റ് സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള 3 കേസുകൾ. ഫസ്റ്റ് വൺ, പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക്. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്യൂബിക്കിലുള്ള യൂണിറ്റ് സെൽ എന്തായിരിക്കും, പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവ് ആണ് സിമ്പിൾ ക്യൂബിക്കിലെ യൂണിറ്റ് സെൽ. ഓക്കെ, യെസ്. അതില് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ വരക്കണം അല്ലെ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ഫസ്റ്റ് ഓഫ് ഓൾ you can draw a primitive unit cell. Primitive unit cell. Okay, ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാല് പാർട്ടിക്കിൾസ് 8 കോർണറിലാണ് ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ എല്ലാ കോർണറിലും പാർട്ടിക്കിളിനെ മെൻഷൻ ചെയ്യുന്നില്ല, 2 കോർണറിൽ മാത്രം പാർട്ടിക്കിളിനെ മെൻഷൻ ചെയ്യാം, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു കോർണറിലെ പാർട്ടിക്കിള് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, നിങ്ങൾ വരക്കുമ്പോൾ നീറ്റായിട്ട് വരക്കുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഈ സ്ഫിയറിന്റെ സെന്റർ ആണ് ഇത്. ഓക്കെ, രണ്ടാമത്തെ സ്ഫിയറിന്റെ സെന്റർ ആണ് ഇത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കൊണ്ടു. ഇതില് ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ് എ, ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യണം ബി. ശ്രദ്ധിക്കണം, ഇവിടെയും ഇവിടെയൊക്കെ ആരുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള 2 കേസ് മാത്രം മതി, അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇവിടെ എ ബി എന്ന് പറയുന്ന ലെങ്ത് എന്താണ്, എ ബി ഈസ് ഈക്വൽ ടു, ഇത് ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് അല്ലേ, നമ്മൾ സാധാരണ എങ്ങനെ മെൻഷൻ ചെയ്യുക, എ എന്ന് മെൻഷൻ ചെയ്യും. ക്യൂബിന്റെ കേസിൽ എഡ്ജ് ലെങ്ത് എ എന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, ദെൻ ഈ എ ബി ഡിസ്റ്റൻസ് റേഡിയസിന്റെ ടേം എഴുതിക്കൂടെ. ഇത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബി ലെങ്ത് എന്ന് പറയുന്നത് 2r അല്ലേ. ഫോർ എ ബി ഈസ് ഈക്വൽ ടു 2r. ഓക്കെ, അവിടുന്ന് എഡ്ജ് ലെങ്ത് റേഡിയസ് തമ്മിൽ റിലേഷൻ കിട്ടിയല്ലോ. Therefore we can write edge length A is equal to 2r. ആരെ കേസില് സിമ്പിൾ ക്യൂബിക് മീൻസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ വരുന്ന സമയത്ത് എഡ്ജ് ലെങ്ത് r ഈക്വൽ ആയിരിക്കും 2r ഈക്വൽ ആയിരിക്കും. എഡ്ജ് ലെങ്ത് is equal to 2r or radius is equal to edge length divided by 2. എഡ്ജ് ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇത്രയും വരും. നെക്സ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി കാണാൻ പോവാണ്. പാക്കിംഗ് എഫിഷ്യൻസി is equal to, നേരത്തെ എഴുതിയ എന്താണ്, ഡയറക്റ്റ് ഇക്വേഷൻ സെറ്റ് ഇൻടു 4/3 pi r cube. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതാം കേട്ടോ. സെറ്റ് ഇൻടു 4/3 pi r cube divided by volume of unit cell into 100. Here
സെറ്റ് എത്ര വരും? സിമ്പിൾ ക്യൂബിക്കിനകത്ത് പ്രിമിറ്റീവ് യൂണിറ്റ്സിനകത്ത് സെറ്റ് ഈസ് ഈക്വൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 8 കോർണർ പാർട്ടിക്കിൾ ഉണ്ട്. ഒരു കോർണറിൽ 8 യൂണിറ്റ്സിൽ ഷെയർ ചെയ്യും. ഫോർ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ആൻസർ 1/8 into 8 that is equal to 1. That is set is equal to 1. For packing efficiency equal to 1 into 4/3 pi r cube divided by c. എഡ്ജ് ലെങ്ത് റേഡിയസിലേക്ക് മാറ്റാം. അപ്പൊ എന്ത് വരും? 2r cube into 100 എന്ന് വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ 52.4 റൗണ്ട് ചെയ്താൽ 52.4% എന്ന് വരും. ക്ലിയർ? യെസ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഈസി ആണ്. ഒരു എന്താണ് ഒരു യൂണിറ്റ് സെൽ, ക്യൂബിക് യൂണിറ്റ് സെൽ വരയ്ക്കുക. അതിൽ 2 കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾ റെപ്രസെന്റ് ചെയ്യുക. ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് അവിടെ നിൽക്കാൻ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല. ദെൻ എന്താണ് എ ബി? എന്താണ് എഡ്ജ് ലെങ്ത് എ ആണ്. എ ബി റേഡിയസിന്റെ ടേമിൽ 2r ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ് 2r ആണ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് ആയതുകൊണ്ട് 1 ആയിരിക്കും. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് വോളിയം ന്യൂമറേറ്റർ കൊടുത്ത് നോക്കണം. വോളിയം ഓഫ് spheres in the unit cell divided by volume of a unit cell multiplied by 100. Answer എത്ര കിട്ടും? 52.4%. ഓക്കെ, യെസ്. ദെൻ രണ്ടാമത്തേലേക്ക് പോകാം. വിഷമം ഇല്ലല്ലോ? ഇല്ല. ഇത് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കുക, എന്നാലും മാത്രമേ കാര്യമുള്ളൂ. പബ്ലിക് എക്സാമിന് ചില സമയത്ത് കാൽക്കുലേറ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് എന്ന് ചോദിക്കാം. Packing efficiency is equal to, in simple cubic, packing efficiency is equal to 52.4%. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബോഡി സെന്റേർഡ് ക്യൂബിക്കിലാണ്. രണ്ടാമത്തത് നമുക്ക് പഠിക്കേണ്ടത് ബോഡി സെന്റേർഡ് ക്യൂബിക്കില് പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്. സെക്കൻഡ് വൺ ബോഡി സെന്റേർഡ് ക്യൂബിക്, BC ബോഡി സെന്റേർഡ് ക്യൂബിക്. എന്നാ ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് 8 കോർണറിലും പിന്നെ എവിടെ ഉണ്ടാവുക? ബോഡി സെന്ററിലും ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു ക്യൂബിക് യൂണിറ്റ്സ് അങ്ങോട്ടേക്ക് വരക്കുകയാണ്. ബോഡി സെന്റേർഡ് ക്യൂബിക്. ഓക്കെ, നിങ്ങൾ വരക്കുമ്പോ നീറ്റായിട്ട് വരക്കുക. ബോഡി സെന്റേർഡ് ക്യൂബിക് ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 8 കോർണറിലും ബോഡിയുടെ സെന്ററിലാണ് പാർട്ടിക്കിൾ. അപ്പൊ ഞാൻ ഇവിടെ വരക്കാൻ പോകുന്നത് ഒരു പാർട്ടിക്കിൾ ഈ കോർണർ, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ കോർണറിലും പാർട്ടിക്കിൾ. ഞാൻ ഇവിടെ 2 കോർണറിലും പിന്നെ ബോഡി സെന്ററിലും മാത്രമേ പാർട്ടിക്കിളിനെ വരക്കുന്നുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഈ പാക്കിംഗ് എഫിഷ്യൻസി കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കുക. ഒരു പാർട്ടിക്കിള് എവിടെ ഉണ്ടാവുക? ഈ കോർണർ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിക്കിൾ ബോഡി സെന്റർ, മൂന്നാമത്തെ പാർട്ടിക്കിൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പാർട്ടിക്കിൾ സ്ഫിയർ ആണ്, എല്ലാം ഈക്വൽ ഷേപ്പ് ആണ്. ഓക്കെ, ഞാൻ വരച്ചതിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ വരക്കുമ്പോൾ എന്ത് ചെയ്യുക? വൃത്തി വരക്കും. ഓക്കെ, ഏകദേശം. ഓക്കെ, അപ്പൊ ഈ കോർണർ ഒരു പാർട്ടിക്കിള്, ഇവിടെയുള്ള ഒരു പാർട്ടിക്കിളും പിന്നെ എന്താണ് ബോഡി സെന്ററിലുള്ള ഒരു പാർട്ടിക്കിൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 പേരും എന്ത് ചെയ്തിട്ടുണ്ടാവും? കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? യെസ്. ഇനി ഞാൻ മാർക്ക് ചെയ്യേണ്ടി പോകുന്ന നോക്കിട്ടോ. ഇത് എ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഇത് ബി എന്ന് മാർക്ക് ചെയ്യാണ്, ഇത് സി എന്ന് മാർക്ക് ചെയ്യാണ്, ഇത് ഡി എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞ എഡ്ജ് ലെങ്ത്തിന് റേഡിയസിന്റെ ടേമിലേക്ക് മാറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെയുള്ള ലെങ്ത് നിങ്ങൾ നോക്കിക്കോ. എ ബി എന്ന ലെങ്ത്, എഡ്ജ് ലെങ്ത് എ അല്ലേ? ക്യൂബ് എഡ്ജ് ലെങ്ത് എ ആയിരിക്കുമല്ലോ. ദെൻ ബി സി എന്ന് പറയുന്ന ലെങ്ത് തന്നെയാണ്, എഡ്ജ് ലെങ്ത് എ തന്നെയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരാളെ കൂടെ നോക്കുക. ഈ എ സി എന്നൊരു ലെങ്ത് നിങ്ങൾ എടുക്കും. അതിന് ഞാൻ മാർക്ക് ചെയ്യാണ് ബി. എന്താണ് ഇത്? ബി എന്ന് വിചാരിക്കും. അപ്പോൾ എ സി ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ബിനെ ഇവിടെ കണ്ടെത്തുന്ന ബിയുടെ വാല്യൂ എ വെച്ചിട്ട് കാണാൻ പോവാണ്. നിങ്ങൾ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ആരെടുക്കുകയാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണ്. ആ കേസിൽ നിങ്ങളെ തിയറം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് വരും. അപ്പൊ ബി ഈസ് ഈക്വൽ ടു √2a എന്ന് വരും. ബി ഈസ് ഈക്വൽ ടു √2a. ഇനി ഈ റേഡിയസ് നിങ്ങൾ കാണും. ഈ ലെങ്ത്, ഈ എ മുതൽ ഡി വരെയുള്ള ലെങ്ത് നമ്മൾ കാണണം. അത് എന്തെന്ന് വിചാരിച്ചു നിങ്ങൾ? അത് ജസ്റ്റ് സി എന്ന് വിചാരിച്ചു. എത്ര വിചാരിക്കുക? സ്മോൾ ലെറ്റർ സി. ഓക്കെ, സി എന്ന് വിചാരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസിന്റെ ടേമിൽ
ടേമിൽ എഴുതി കൂടെ നിനക്ക് എങ്ങനെ റേഡിയസിന്റെ ടേമിൽ എഴുതാം നോക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് റേഡിയസ് ആർ, ഇവിടുന്ന് ഇവിടത്തേക്ക് 2r അല്ലേ ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്കും r ആണ്. അപ്പൊ ഇത് ടോട്ടൽ എ ഡി ലെങ്ത് റേഡിയസിന്റെ ടേമിൽ വരുമ്പോ r പ്ലസ് 2r 3r പ്ലസ് എന്താണ് r. അപ്പൊ എത്ര വരും 4r എന്ന് വരും. ദാറ്റ് ഈസ് AD is equal to C, that is equal to 4r. ക്ലിയർ? ഇനി ഈ സീനെ നമ്മൾ കാണാൻ പോവാണ് എഡ്ജ് ലെങ്ത്തിന്റെ ടേമിലേക്ക്. ഓക്കെ, നോക്കുക. ഈ ട്രയാങ്കിൾ എടുക്കുക, ACD എന്ന ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ACD നമ്മൾ എടുത്തു. തിയറം അപ്ലൈ ചെയ്യുകയാണ്, പൈതഗോറസ് അല്ലെ. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? നിങ്ങൾ നോക്കിക്കോ, ഈ CD ലെങ്തും ഏതന്നെയല്ലേ? CD എന്ന ലെങ്തും എഡ്ജ് ലെങ്ത് ഏതന്നെയാണ്. അപ്പോ എന്ത് കിട്ടും? ബി സ്ക്വയർ, സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ബി എത്രയാണ് കിട്ടിയിട്ടുണ്ട്? √2a. അപ്പോഴെന്ത് വരും? √2a സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ 2a സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ. therefore c is equal to എന്ത് കിട്ടും? √3a എന്ന് കിട്ടും. c is equal to √3a and here c is equal to 4 ആണ്. ക്ലിയർ അല്ലേ? therefore ഇതിന് രണ്ടിനെയും ഈക്വേറ്റ് ചെയ്യാലോ. ചെയ്തൂടെ? എഴുതാം. അപ്പൊ എങ്ങനെ വരുക? എങ്ങനെ വരും? യെസ്, √3a is equal to √3a is equal to എത്രയാണ്? 4r എന്ന് വരും. therefore എഡ്ജ് ലെങ്ത് a is equal to 4r by √3. അതായത് എഡ്ജ് ലെങ്ത് ഇപ്പോഴ് ഏതിന്റെ ടേമിലേക്ക് മാറി? റേഡിയസിന്റെ ടേമിലേക്ക് മാറി. ഓക്കെ, സിമ്പിൾ ആണ്. എ ബി എഡ്ജ് ലെങ്ത് ആണ്, ബി സി എഡ്ജ് ലെങ്ത് ആണ്, ഈ സി ഡിയും എഡ്ജ് ലെങ്ത് ആണ്. എ മുതൽ സി വരെയുള്ളത് ബി ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തു, എ മുതൽ ഡി വരെയുള്ളത് സ്മോൾ ലെറ്റർ സി ആയിട്ട് മെൻഷൻ ചെയ്തു. ആദ്യം നമ്മൾ ബി കണ്ടെത്തണം. ബി കണ്ടെത്തിയതിനു ശേഷം നമുക്ക് ഇവിടുന്ന് ആരെ കാണണം? സിനെ കാണണം. എങ്ങനെ ചെയ്തത്? ആദ്യം എ ബി സി ട്രയാങ്കിൾ എടുത്തു. അവിടെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പൊ ബി ഈക്വൽ എന്ത് വന്നു? √2a എന്ന് വന്നു. ഇനി എ ഡി എന്ന് പറയുന്നത് സി എന്ന ലെങ്ത് ആണ്, അത് റേഡിയസിലേക്ക് വരുമ്പോൾ 4r ആയിരിക്കും. ഇനി എന്താ ചെയ്തത്? ട്രയാങ്കിൾ ഏതെടുത്തു? ACD ട്രയാങ്കിൾ എടുത്തപ്പോൾ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അപ്ലൈ ചെയ്തു. സി ഈസ് ഈക്വൽ √3a വന്നു. സി ഈക്വൽ ടു 4r ആണ്, സി ഈസ് ഈക്വൽ ടു √3a ആണ്. ഇക്വേറ്റ് ചെയ്തു. അപ്പൊ എഡ്ജ് ലെങ്ത് a ഈസ് ഈക്വൽ ടു 4r by √3 എന്ന്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് കൂടെ. എന്താ സെറ്റ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. സെറ്റ് എന്ത് വരിക? യെസ്, എങ്ങനെ വരും? 8 into 1/8 പ്ലസ് ബോഡി സെന്ററിൽ 1. ആൻസർ എത്രയാണ്? 2 എന്ന് വരും. For packing efficiency is equal to, ഇക്വേഷൻ വീണ്ടും എഴുതുന്നില്ല, എത്രയാണ്? സെറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. 2 into 4/3 pi r cube ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ്സിൽ എന്താണ്? a cube into 100. ഓക്കെ, എഡ്ജ് ലെങ്തിന് പകരം റേഡിയസ് ടേം കൊടുക്കുക. 2 into 4/3 pi r cube ഡിവൈഡഡ് ബൈ എഡ്ജ് ലെങ്ത് ഈസ് ഈക്വൽ ടു 4r by √3 ക്യൂബ് into 100. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് നോക്ക്, നമുക്ക് ആൻസർ കിട്ടുക 68%. 68% കിട്ടും. ഓക്കെ, ഇതാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിനകത്ത് വരുന്ന പാക്കിംഗ് എഫിഷ്യൻസി. ക്ലിയർ? യെസ്, നേരത്തെ ആദ്യം പറഞ്ഞത് സിമ്പിൾ ക്യൂബിക്, അതിൽ എത്രയായിരുന്നു? 52.4%. ഇതിൽ എത്രയാണ്? 68%. അപ്പൊ നല്ല പാക്കിംഗ് ഏതാ? ആദ്യത്താണോ രണ്ടാമത്തതാണോ? ഏതായിരിക്കും? രണ്ടാമത്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കേസിൽ 68% പോർഷൻ ആരാണ്? പാർട്ടിക്കിൾസ് ആണ്. വേക്കന്റ് സ്പേസ് കുറവാണ്. ആദ്യത്തെ കേസിലോ 52.4% മാത്രമേ ആരുള്ളൂ. ജസ്റ്റ് അല്ലെ 50%-നേക്കാൾ കുറച്ച് കൂടുതൽ, അത്രയും ആരുള്ളൂ? പാർട്ടിക്കിൾസ് ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? വേക്കന്റ് സ്പേസ് ആണ്. ശ്രദ്ധിക്കണം, വേക്കന്റ് സ്പേസ് ഏതിനകത്താണോ കുറയുന്നത് അതായിരിക്കും എന്താണ്? എഫിഷ്യന്റ് ആയിട്ടുള്ള പാക്കിംഗ്. ഓക്കെ, യെസ്. ലാസ്റ്റ് വൺ, ക്ലോസ് പാക്കിംഗ് എഫിഷ്യൻസിയിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഫേസ് സെന്റേർഡ് ക്യൂബിക്കൽ. ഫേസ് സെന്റേർഡ് ക്യൂബിക്കൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ് സെന്റേർഡ് ക്യൂബിക്കൽ എന്ന് പറയുന്നത് നമ്മൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ലാസ്റ്റ് പറഞ്ഞ കേസാണ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക്. അതും അല്ലെങ്കിൽ നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഈ കേസിൽ ക്ലോസ് പാക്കിംഗ് നോക്കാം. സോറി, പാക്കിംഗ് എഫിഷ്യൻസി നോക്കുക. തേർഡ് വൺ, പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആൻഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. CCP എന്ന് പറയുമ്പോൾ ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഓക്കെ, ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എവിടേക്കാണ് ഉണ്ടാവുക? 8 കോർണർ പ്ലസ് ഓരോ പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും? ഓരോ പാർട്ടിക്കിള് ഏത് സെന്ററിൽ ഉണ്ടാവുക? ഓരോ ഫേസ് സെന്ററിൽ ഉണ്ടാവും. ഓക്കെ,
ഇവിടെ നമ്മൾ നോക്കിക്കോ, 8 കോർണർ. ഞാൻ ഈ ഒരു കോർണറിൽ പാർട്ടിക്കിൾ എടുക്കുന്നത്, ഈ ഒരു കോർണറിൽ പാർട്ടിക്കിൾ എടുക്കുന്നു, ഈ ഫേസിൽ സെന്ററിലുള്ള പാർട്ടിക്കിൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും ഇവിടെയുള്ള പാർട്ടിക്കിളും ഇവിടെയുള്ള പാർട്ടിക്കിളും എന്ത് ചെയ്തിട്ടുണ്ടാവും? കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ 3 കേസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, യെസ്. ഒരു പാർട്ടിക്കിൾ എവിടെ വരികയാണ്? ഇവിടെ. ഓക്കെ, മറ്റൊരു പാർട്ടിക്കിൾ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. മറ്റൊരു പാർട്ടിക്കിൾ എവിടെയുള്ളത്? ശ്രദ്ധിക്കണം, എല്ലാ സ്ഫിയറിന്റെയും ഷേപ്പ് എന്താണ്? സൈസ് എന്താണ്? ഷേപ്പ് അല്ല, സൈസ് എന്താണ്? സെയിം ആണ്. അങ്ങനെ തന്നെ വരക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. എല്ലാ പാർട്ടിക്കിളും, എല്ലാ സ്ഫെറിക്കൽ സ്ഫിയറും എന്താണ്? ഒരേ സൈസിൽ തന്നെ വരക്കും. ഓക്കെ, യെസ്. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഈ എ ബി എന്ന ലെങ്ത് എത്രയാണ്? എഡ്ജ് ലെങ്ത് എ അല്ലേ? യെസ്. ബി സി എന്ന ലെങ്ത് എത്രയാണ്? ബി സി എന്ന ലെങ്ത്തും അതും ക്യൂബ് എഡ്ജ് ലെങ്ത് തന്നെയാണ്. അപ്പൊ അതും എത്രയാണ്? എ എന്ന് മാർക്ക് ചെയ്യാണ്. ഇനി എ ടു സി, ഈ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് എഡ്ജ് ലെങ്ത് റേഡിയസിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ എ സി എന്ന ലെങ്ത് എത്രയായിട്ട് മാർക്ക് ചെയ്യാണ്? സി ആയിട്ട് മാർക്ക് ചെയ്യാണ്. സ്മോൾ ലെറ്റർ സി ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എ സി എന്ന ലെങ്ത്. ഇനി ഈ എ സി എന്ന ലെങ്ത് നേരത്തെ പോലെ ഇത് റേഡിയസിലേക്ക് മാറാലോ. 6, ഇത് 2R, ഇവിടത്തേക്ക് 6, അപ്പൊ എത്ര വരും? 4R. അപ്പൊ സി ഇസ് ഈക്വൽ ടു 4R എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് എഡ്ജ് ലെങ്തിലേക്ക് മാറ്റാം. നോക്കുക, നിങ്ങൾക്ക് നേരത്തെ എടുത്തതുപോലെ റൈറ്റ് ട്രയാങ്കിൾ ഏതെടുക്കുക? എ ബി സി എടുക്കുക. എ ബി സി എടുക്കുക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ. സി ഈസ് ഈക്വൽ ടു √2a. സി ഈസ് ഈക്വൽ ടു √2a എന്ന് കിട്ടും. ഓക്കെ, സി ഈസ് ഈക്വൽ ടു √2a എന്ന് കിട്ടും. ക്ലിയർ? യെസ്. ഇനി ആദ്യം കണ്ടെത്തിയിട്ടുണ്ട് സി ഈസ് ഈക്വൽ ടു 4R ആണ്. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് √2a എന്ന് പറയുന്നത് 4R ആണ്. അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് a ഈസ് ഈക്വൽ ടു 4R ബൈ √2 എന്ന് വരും. ഇതിന് വീണ്ടും വേണമെങ്കിൽ മാറ്റാം. 4 എന്ന് വെച്ചാല് √2 ഇൻറ്റു √2 R ബൈ √2 അല്ലേ? √2 ഇൻറ്റു √2 again 2 into 4R by √2. ഓക്കെ, ഈ √2 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആരാണ്? √2 into √2 2 എന്ന് വരും. 2√2 R എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എഡ്ജ് ലെങ്ത് a is equal to 2√2R. രണ്ട് രീതിയിലും പഠിക്കുക. ചിലപ്പോ എൻട്രൻസിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഡ്ജ് ലെങ്ത് ഈക്വൽ ടു 2√2R എന്ന രീതിയിൽ ഓപ്ഷൻ പറഞ്ഞേക്കാം. ഏതിനകത്ത്? HCP, CCP അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക്കിനകത്ത്. ഓക്കെ, അപ്പൊ എഡ്ജ് ലെങ്ത് കിട്ടി. ഇനി സെറ്റ് അറിയണം അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. 8 into 1/8 plus 6 into 1/2. നേരത്തെ ചെയ്തിട്ടുണ്ട്. ആൻസർ എത്ര കിട്ടും? 4. Then packing efficiency is equal to set 4 into sphere volume 4/3 pi r cube divided by unit cell volume a cube into 100. That is equal to 4 into 4/3 pi r cube divided by എന്താ വരിക? 2√2R ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ 100. കാൽക്കുലേറ്റ് ചെയ്താൽ 74 ഓൾമോസ്റ്റ്. ഓക്കെ, 74% കിട്ടും. ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP. ക്ലിയർ ആണല്ലോ? ഈ 3 കേസുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഒന്ന് സിമ്പിൾ ക്യൂബിക്കല്, രണ്ടാമത്തത് ബോഡി സെന്റേർഡ് ക്യൂബിക്, മൂന്നാമത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത് ചെയ്ത് പഠിക്കുക. ചില സമയത്ത് പബ്ലിക് എക്സാമിന് ഏതെങ്കിലും ഒന്നില് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാണ്ട് ഇപ്പൊ ഒരു 3 മാർക്കിനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലെ? പാക്കിംഗ് എഫിഷ്യൻസിയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? സിമ്പിൾ ക്യൂബിക്, then body centered cubic, then HCP means CCP, അല്ലെങ്കിൽ എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്കില്. അവിടെ ഓർത്ത് വെക്കണം എഡ്ജ് ലെങ്ത് a is equal to ആദ്യത്തെ കേസിൽ 2R ആണ്. രണ്ടാമത്തെ എഡ്ജ് ലെങ്ത് a is equal to 4R by √3 ആയിരുന്നു. മൂന്നാമത്തെ എഡ്ജ് ലെങ്ത് a is equal to 4R by √2 ആയിരുന്നു. ഓക്കെ, പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആണ്. ദെൻ ഇവിടെ 68% ആണ്. ബാക്കി എത്രയാണ്? 32% വോയിഡ് ആണ്. ഓക്കെ, ചില സമയത്ത് അങ്ങനെ പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, വേക്കന്റ് സ്പേസ് എത്രയാണ് വേണമെങ്കിൽ ചോദിക്കാം. ദെൻ HCP CCP എന്താ വരുന്നത്? 74% ആണ്.
ഇതിനകത്ത് ഏറ്റവും നല്ല പാക്കിംഗ് ഏതാണ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ഏതാണെന്ന് ചോദിച്ചാല് പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടിയാണ്. ആരാത്? HCP. 3 ഡയമെൻഷനിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആൾക്കാർ. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ആളാണ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ. ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്ന രണ്ടാമത്തെ കാര്യം ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. നമുക്കറിയാവുന്ന ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി D is equal to അല്ലെങ്കിൽ ഡെൻസിറ്റി റോ is equal to എന്താ വരിക? മാസ് ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് കൂടിയാണ് നമ്മൾ പഠിച്ചത്. ഇത് യൂണിറ്റ് സെല്ലിന്റെ കേസിലാണ്. അപ്പോൾ എന്ത് വരും? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ എന്താ വരിക? വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. വോളിയം ഓഫ് യൂണിറ്റ് സെൽ, യെസ്, വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്താണ്? A ക്യൂബ് ആണ്. ക്യൂബിക് യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ എഡ്ജ് ലെങ്ത് A ആയിരിക്കും. A ക്യൂബ് ആണ് അവിടെ വരുന്ന എന്താണ്? വോളിയം. ഓക്കെ, ഇനി യൂണിറ്റ് സെല്ലിന്റെ മാസ് നമുക്ക് അറിയണം അല്ലെ. നമ്മള് ഇപ്പോ മാസ് ഓഫ് 1 mole of a solid, 1 mole of a solid, 1 mole of a solid is equal to m. ഒരു മോൾ സോളിഡിന്റെ മാസ് m ആണെന്ന് വിചാരിക്കും. അത് നിങ്ങൾക്ക് അറിയാം എന്താണ്? അറ്റോമിക് മാസ് ഗ്രാം എന്താണ്? അറ്റോമിക് മാസ് ആകാം അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് ആകാം. അതായത് ഇപ്പോ കോപ്പർ ആണെങ്കിൽ ഗ്രാം അറ്റോമിക മാസ് എടുക്കണം. ഇനി മറ്റേതെങ്കിലും സോളിഡ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് എടുക്കേണ്ടി വരും. അപ്പൊ ഒരു മോൾ സോളിഡിന്റെ മാസ് m ആണ്. ഓക്കെ, ഒരു മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? 6.022 into 10⁻23 പാർട്ടിക്കിൾസ് അല്ലെ. മാസ് ഓഫ് 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞ m എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്തായിരിക്കും? അറിയാം, ഇത്രയും പാർട്ടിക്കിൾ ഇത്രയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ എന്തായിരിക്കും? മാസ് ഡിവൈഡഡ് ബൈ ഈ സംഖ്യ, അവോഗാഡ്രോ സംഖ്യ, ദാറ്റ് ഈസ് NA എന്ന് വരും. ഓക്കെ, നമുക്ക് എന്താ കാണുന്നത്? ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസാണ്. യൂണിറ്റ് സെല്ലിന്റെ മാസ് പറയുമ്പോ എന്താണ്? ഇത് ഒരു പാർട്ടിക്കിളിന്റെ മാസ് ആണെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ മാസ് പറയുമ്പോൾ എന്താണ്? അവിടെയുള്ള ടോട്ടൽ പാർട്ടിക്കിളിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. നമുക്കറിയാം യൂണിറ്റ് സെല്ലിന്റെ അകത്തുള്ള പാർട്ടിക്കിൾ നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യുന്നത്? സെഡ് എന്നാണ് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ is equal to എന്ത് ഗുണിക്കണം? സെറ്റിനെ കൊണ്ട് ഗുണിക്കുക. സെറ്റ് ഇൻറ്റു m by NA എന്ന് വരും. ക്ലിയർ? ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എത്രയാണ്? സെറ്റ് m by NA ആയിരിക്കും. ചില സമയത്ത് അങ്ങനെ വരും പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, then therefore density is equal to എന്താ എഴുതുക? മാസ് ഓഫ് യൂണിറ്റ് സെൽ സെറ്റ് m divided by NA എന്ന് കിട്ടും. ഓക്കെ, മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്തായിരിക്കും? A ക്യൂബ് ആയിരിക്കും. അപ്പൊ A ക്യൂബ് ബൈ 1 ആണ്. അതിന് വിൽക്രമം കൊണ്ട് മീൻസ് റെസിപ്രോക്കലിനെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്തായിട്ട് മാറുന്നത്? ഡെൻസിറ്റി D is equal to Z m divided by NA. NA means അവോഗാഡ്രോ നമ്പർ into A. ഇതാണ് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാറുണ്ട്. ഡെൻസിറ്റി കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ ഡെൻസിറ്റിയും മാസും ഇതൊക്കെ മാസും എഡ്ജ് ലെങ്ത് ഒക്കെ തന്നിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, ആ പ്രോബ്ലം ഒക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കാര്യം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? പാക്കിംഗ് എഫിഷ്യൻസി, ദെൻ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. പാക്കിംഗ് എഫിഷ്യൻസി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് ചെയ്തു നോക്കുക. സിമ്പിൾ ക്യൂബിക്കിൽ 52.4%, then yes, ബോഡി സെന്ററിൽ 68%, then ഫേസ് സെന്ററിൽ 74%. എഫിഷ്യൻസി ഏറ്റവും എഫിഷ്യൻസി കൂടിയ ആളാരാണ്? HCP അല്ലെങ്കിൽ CCP എന്ന് പറയുന്ന ആളാണ്. HCPയും അതേപോലെ തന്നെ CCP ആണ്. ഓക്കെ, then നെക്സ്റ്റ് ഡെൻസിറ്റിയിൽ എന്താണ്? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലിന്റെ ഡെറിവേഷൻ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതല്ല. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. യൂണിറ്റ് സെല്ലിന്റെ മാസ് ഓഫ് യൂണിറ്റ് സെൽ is equal to Z into m divided by NA ആയിരിക്കും. Then density is equal to Z m divided by NA cube എന്ന് വരും. Okay, yes, thank you.